ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിങ് വേൾഡ്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4 ദ ഹാപ്പി പ്രിൻസിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം. ദ സാക്രിഫൈസ്. ദെൻ ദ സ്നോ കെയിം. ദ poor little swallow grew colder and colder, but he would not leave the prince. He loved him too well. മഞ്ഞ് വന്നു. പാവം ലിറ്റിൽ സ്വാലോയ്ക്ക് ഭയങ്കര തണുപ്പ് കാരണം തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാണ്ടായി. പക്ഷെ എന്നാലും അവന് ഹാപ്പി പ്രിൻസിനോട് അത്ര ഇഷ്ടമായതുകൊണ്ട് പ്രിൻസിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവന് തോന്നിയതേയില്ല. ഹീ ട്രൈ ടു കീപ് ഹിംസെൽഫ് വാം ബൈ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അവൻ തൻ്റെ ചിറകുകളൊക്കെ അടിച്ച് ദേഹം ഒന്ന് ചൂടാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് ഹീ ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡൈ. പക്ഷെ അവസാനം അവന് മനസ്സിലായി എന്തായാലും ഇങ്ങനെ പോയാൽ അവൻ മരിക്കുമെന്ന്. He had just tried to fly up to the prince's shoulder once more. "Goodbye, dear prince," he murmured. അപ്പോൾ അവന് മനസ്സിലായി എന്തായാലും ഞാനിപ്പോൾ മരിക്കാൻ പോവാണെന്ന്. അവൻ്റെ ചിറകുകൾക്ക് ഇച്ചിരി ശക്തിയും കൂടി ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അവൻ പറന്ന് ചെന്നിട്ട് ഹാപ്പി പ്രിൻസിൻ്റെ ഷോൾഡറിൽ പോയിരുന്നിട്ട് പറഞ്ഞു, "ഗുഡ് ബൈ ഡിയർ പ്രിൻസ്" എന്ന് പതിയെ പറഞ്ഞു. "I am glad that you are going to Egypt at last, little swallow," said the prince. പ്രിൻസ് പറഞ്ഞു, "ഓ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നീ ഈജിപ്തിൽ പോവാണേ അല്ലേ? എനിക്ക് എന്തായാലും സന്തോഷമായി, നീ ഈജിപ്തിലോട്ട് പോവല്ലേ?" "It is not to Egypt that I am going," said the swallow. He fell down dead at its feet. കുഞ്ഞി സ്വാലോ പറഞ്ഞു, "ഞാൻ ഈജിപ്തിലോട്ടൊന്നും അല്ല പോകുന്നത്." ഇത്രയും പറഞ്ഞതും അവൻ പ്രിൻസിൻ്റെ കാലിലേക്ക് മരിച്ച് വീണു. At that moment, a curious crack sounded inside the statue as if something had broken. The leaden heart had snapped right in two. ആ സമയത്ത് ആ വലിയ ഹാപ്പി പ്രിൻസിൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് എന്തോ പൊട്ടുന്ന പോലൊരു സൗണ്ട് കേട്ടു. അതെന്തായിരുന്നു എന്നറിയോ? ലെഡൻ ഹാർട്ട്, ലെഡ് വെച്ചുണ്ടാക്കിയ ഹാർട്ട് 2 പീസായിട്ട് പൊട്ടിപ്പോയി. കണ്ടോ പാവം സ്വാലോ മരിച്ചു കിടക്കുന്നത്. The tragic end. Early the next morning, the mayor was walking in the square below in company with the town councillors. പിറ്റേ ദിവസം രാവിലെ മേയറിൻ്റെ കൂടെ ടൗൺ കൗൺസിലേഴ്സും ഒക്കെ ആയിട്ട് അവിടെ കൂടി ഇങ്ങനെ ആ പ്രിൻസിൻ്റെ സ്റ്റാച്ചു വരുന്നിടത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആസ് ദേ പാസ് ദ കോളം ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്റ്റാച്യു. അങ്ങനെ അവർ ആ പ്രിൻസ് നിൽക്കുന്ന ആ കോളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആ മേയർ ഇങ്ങനെ മുകളിലേക്ക് നോക്കി. "Dear me, how shabby the happy prince looks," he said. അയ്യോ, ഇത് നോക്കിക്കേ, ഈ ഹാപ്പി പ്രിൻസ് നോക്കി, എന്ത് വൃത്തികേടായിപ്പോയി ഈ ഹാപ്പി പ്രിൻസിനെ കാണാൻ. "ആൻഡ് ഹിയർ ഇസ് ആക്ച്വലി എ ഡെഡ് ബേർഡ് അറ്റ് ഇറ്റ്സ് ഫീറ്റ്," കണ്ടിന്യൂഡ് ദ മേയർ. നോക്കൂ, അതിൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഒരു പക്ഷിയും ചത്ത് കിടക്കുന്നുണ്ട്. "As he is no longer beautiful, he is no longer useful. It's time we pull down this statue." So they pulled down the statue of the happy prince. നോക്കൂ, ഈ പ്രതിമ ഇപ്പം കണ്ടിട്ട് ഒരു ഭംഗിയില്ല. ഈ ഭംഗിയില്ലാത്ത ഈ പ്രതിമ എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിവിടുന്ന് മാറ്റാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആളുകളെയൊക്കെ വരുത്തി ആ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്ചു അവിടെ നിന്ന് നീക്കം ചെയ്തു. കഥ ഇഷ്ടപ്പെട്ടോ? ഇത് ഓസ്കാർ വൈൽഡ് എഴുതിയ കഥയാണ്, ദ ഹാപ്പി പ്രിൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.